ഹലോ. അപ്പോൾ ഒരുപാട് സങ്കടമുള്ള ഒരവസ്ഥയിലൂടെ കേട്ടോ വയനാട് കടന്നു പോയിക്കൊണ്ടിരിക്കണേ. അപ്പോൾ ചൂരൽമല ഒക്കെ ഉരുൾപൊട്ടിയ സംഭവം കേട്ടില്ലേ? ഓരോ വീഡിയോ രാവിലെ മുതലേ വീഡിയോ ഇതും കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ. ഞങ്ങളിവിടെയൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. ഞങ്ങളുടെ വീടിൻ്റെ മെയിൻ റോഡിലേക്ക് കയറി അവിടെ വെള്ളം കയറിയതായി കാണുന്നത്. മുമ്പ് കണ്ടത് ആനോത്ത് പള്ളീൻ്റെ അവിടെയൊക്കെ വെള്ളം കയറിയതാണ് കേട്ടോ. ഫുള്ള് വെള്ളം കയറി. അവിടെ ഉരുൾ പൊട്ടിയിരുന്ന സമയത്ത് വെള്ളം പുഴയിലൂടെ ഇങ്ങോട്ട് കയറി വരുന്നത്. അതൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് റോട്ടിലൂടെ. രാവിലത്തെ കാഴ്ച കേട്ടോ അത്. രാവിലെ കുറച്ച് ഒരു ഓട്ടോറിക്ഷയൊക്കെ പോകാനും ആളുകൾ നടന്നു പോകുമ്പോൾ മുട്ടിൻ്റെ മേലേക്ക് വരെ വെള്ളം ഉണ്ടായിട്ടുള്ളൂ. പിന്നെ അങ്ങനെ കൂടി വന്നു. പിന്നെ ഒരു വണ്ടിയും പോകാൻ പറ്റാത്ത അവസ്ഥ ആയിട്ടോ. ഇവിടെയൊക്കെ ഫുള്ള് വെള്ളം കയറി. ആകെ കുറേ വീടുകളുടെ ഉള്ളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. ഈ വീടിൻ്റെ ഉൾവശത്തൊക്കെ വെള്ളം കയറി. ഒരു സാധനങ്ങളൊക്കെ അവിടെ നിന്ന് മാറ്റി. ഞങ്ങളെ വീടിൻ്റെ ഞാൻ ബസ് കാത്തിക്കുന്ന സ്ഥലം അതൊക്കെ. അവിടെയൊക്കെ ഫുള്ള് വെള്ളം. അതിലാണ് എൻ്റെ വീട്ടിലേക്ക് വരുന്ന വഴി. അവിടെയൊക്കെ ഫുള്ള് വെള്ളം. ആ വീടിൻ്റെ ഉള്ളിലും ഒക്കെ വെള്ളം കയറിയിട്ടുണ്ട്. പിന്നെ ഇത് നമ്മളെ ഇടിയമ്മേൽ പാലാട്ടോ. പാലത്തിൻ്റെ മേലെ കുഴപ്പം ഫുള്ള് വെള്ളമാണ്. അവിടെയൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. പാലത്തിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ടൗണിലേക്ക് പോകുന്ന ആ വഴി ആ വെള്ളം മൂടിയിട്ടുണ്ട്. ടൗണിലേക്ക് കടക്കാനൊന്നും പറ്റില്ല. അതാണ് ടൗണിലേക്ക് പോകുന്ന ഭാഗമാണത്. മൊത്തം വെള്ളത്തിൽ അങ്ങോട്ട് അവിടെ ഒരു വണ്ടിയൊക്കെ കുടുങ്ങി കിടക്കുന്നുണ്ട്. അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഫുള്ള് വെള്ളമാണ്.